എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തേനീച്ച കൃഷി കാഴ്ചകൾ 2018-2019 കാലയളവിൽ നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ തേനീച്ച കൃഷി കാഴ്ചകളാണ്. അവിടെ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്ററിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതിനാൽ ഓരോ കൂടും നല്ല വളർച്ചയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ജയരാജിന്റെ തേനീച്ച കൃഷി കാഴ്ചകൾ സെന്റർ ഇട്ട് കൊടുക്കണം. അന്നേരം എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തേനീച്ച കൃഷി കാഴ്ചകൾ 2018-2019 കാലയളവിൽ നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ തേനീച്ച കൃഷി കാഴ്ചകളാണ്. അവിടെ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്ററിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതിനാൽ ഓരോ കൂടും നല്ല വളർച്ചയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ജയരാജിന്റെ തേനീച്ച കൃഷി കാഴ്ചകൾ സെന്റർ ഇട്ട് കൊടുക്കണം. അന്നേരം എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തേനീച്ച കൃഷി കാഴ്ചകൾ 2018-2019 കാലയളവിൽ നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ജയരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ തേനീച്ച കൃഷി കാഴ്ചകളാണ്. അദ്ദേഹത്തിന്റെ വീട് പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് പോകുന്ന വഴിയിൽ അലിമുക്കിൽ നിന്ന് തിരിഞ്ഞ് കറവൂരെത്തി അവിടെ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്ര വളരെ ഇടുങ്ങിയ വഴികളും കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. വീടിന്റെ മുമ്പിൽ കൂടി ഒരു വലിയ കനാൽ പോകുന്നത് കൊണ്ട് അതിന്റെ സൈഡിൽ കൂടിയുള്ള വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് വീട്ടിലെത്തേണ്ടത്. ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി ഈ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ ദുഷ്കരമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കറവൂരിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ചാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തുടർന്ന് യാത്ര ചെയ്തത്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സുന്ദര കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ എപ്പിയറിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നത്. വളരെ സുന്ദരമായ സ്ഥലം എന്നതിലുപരി തേനീച്ച വളർത്തലിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതിനാൽ ഓരോ കൂടും നല്ല വളർച്ചയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടുകളൊക്കെയും കുറഞ്ഞത് 2 സൂപ്പറും 3-ാമത്തെ സൂപ്പർ നിറഞ്ഞത് 4-ാമത്തെ സൂപ്പറിലേക്ക് കയറാൻ തക്ക പാകത്തിലൊക്കെ ഉള്ള കൂടുകളാണ് ഉള്ളത്. പറഞ്ഞു വന്നതിന്റെ സാരം അത്രമാത്രം വളർച്ചകൾ ഈ കൂടുകൾക്കുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനാൽ അദ്ദേഹം സ്വന്തമായി തന്നെ പെട്ടികൾ നിർമ്മിച്ച് പ്രകൃതിയിൽ നിന്ന് തന്നെ തേനീച്ചകളെ പിടിച്ചെടുത്ത് കൂടുകളിലാക്കി വളർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രകൃതിയിൽ നിന്ന് ഫെറൽ കോളനികൾ പിടിച്ചെടുത്ത് അതിനെ വളർത്തി ഡിവിഷൻ ചെയ്ത് ഏതാണ്ട് ഇപ്പോൾ 60ഓളം കൂടുകൾ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. എന്റെ അറിവിൽ തേനീച്ച കൃഷിക്കായിട്ട് കൂടുതൽ മുതൽ മുടക്കൊന്നും ചെയ്യാതെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭത്തോടെ തേനീച്ച കൃഷി വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭത്തോടെ തേനീച്ച കൃഷി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് ഇന്ന് ജയരാജിന്റെ തേനീച്ച കൃഷി കാഴ്ചകൾ കാണാം. പെട്ടെന്ന് ഉറുമ്പ് കയറും.
വരുന്നുണ്ട്. പിന്നെ ഇളക്കി വെച്ചാൽ ഇതിൽ 4 എണ്ണം, 4 പുള്ള. സീലായില്ല, എന്നിട്ട് സീലായില്ല. ഇത് ഏറെക്കുറെ സീലായി. അത് കറക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കണം. മേളോട് നിൽക്കുന്നുണ്ട്. എല്ലാം തേനായോണ്ടേ ഒരെണ്ണം പോലും പുഴു കയറാൻ സാധ്യതയില്ല. പുഴു കയറാൻ എന്തായിരുന്നു ഞാൻ അന്നേരെ ചെത്തിക്കൊടുത്തായിരുന്നു. ഒരെണ്ണം ഇടക്കരാണത്തില്ലേ കാണും. ഇത് കുറവാ. പോയതാ, ഇത് തീർന്നു. പെട്ടിയല്ല ഇതുപോലെ 3 വെച്ച് കിട്ടുമായിരുന്നല്ലേ? എന്താണ്? ആ വേണം വേണം. ഉണ്ടോ അവർക്ക് നോവ് തട്ടി അങ്ങനെ 2 ഇത് പത്തലയായപ്പോൾ ഇതിനകത്ത് 2 എണ്ണത്തിനകത്ത് പുഴുവുണ്ട്. ഞാൻ ഇറങ്ങി നോക്കിയില്ലായിരുന്നു. ഇത് മൊത്തം ഉണ്ടല്ലോ. കൊടുത്തിട്ട് സെറ്റായത് വാണി എന്താ നോക്കിയിട്ടാണ് എനിക്ക് കുടയാൻ പഠിക്കണം. ഈ കുടയുന്ന ഇത്രയും ഹൈറ്റും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അടപ്പിക്കുന്നു മടിക്കുന്നത്. അങ്ങനെ കുടഞ്ഞു പഠിക്കണം. ഈ ഹൈറ്റിൽ പറ്റത്തില്ല. അതാ എടുത്തിട്ട് ആനയിച്ചാൽ പറ്റിയതാണ്. ഇത് ഒന്നും കറക്കി എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അന്നേരം അങ്ങനെ അത് ആണയിച്ചാണ്, അതുകൊണ്ട് പ്രയോജനമില്ല. ചെറുതായിട്ടൊന്ന് പോകെടുത്തിട്ട് കൈ പൊള്ളി പുഴയും കിട്ടും. ഇത്ര ഇതും വരത്തില്ലല്ലോ. അതെടുക്കരുത്. അതാണ് അവരുടെ കുടുംബം. അതിനകത്താണ് പരിപാടികളെല്ലാം നടക്കുന്നത്. ഇതിലൊരു ഇത്രയും ഇത് പറ്റിയില്ല. നേരത്തെ വെട്ടിക്കൊടുക്കുന്ന ജീവനും കൂടെ നടന്നേനെ. താഴെ ഫ്രെയിമിലോട്ട് കുത്തിവെക്ക്. ഇതിന്റെ വലിയ പ്ലേറ്റ് കിട്ടും കേട്ടോ. 2 സൈഡുള്ള അത് കാവ്യ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിപ്പം ചെത്താൻ വലിയ പാടല്ലയോ, കട്ടി കുറവല്ലേ, ഇച്ചിരി കനമുണ്ട്. കുഴപ്പമില്ല, നല്ല മൂർച്ചയാണ്. മനസ്സിലായി.
ചെത്ത് വൃത്തിയാകുന്നുണ്ടോ? ഓക്കെ. കെട്ടി നിർമ്മാണം എല്ലാം സ്വന്തമായിട്ടാട്ടോ. ഇതെല്ലാം സ്വന്തമായിട്ടാ. ഇതൊക്കെ മുതലാവും. താഴോട്ട് ഇറങ്ങാൻ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മെഷീനറിയൊക്കെ ഒന്ന് കാണാൻ സമയമില്ല എനിക്ക്. ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പം രാവിലെ വരണം. ഇവർക്ക് തേൻ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാ ഓടി വന്നേ. ഞങ്ങൾ ഇതുപോലെ രാവിലെ ഇറങ്ങുന്നതാ. ഇത് ആദ്യത്തെ തേനായിട്ട് ഇത്ര കളർ കുറവ്. കളറായി വരുന്നുണ്ട്. ഇന്ന് ഇറക്കിയത് നല്ല കളർ. ഇന്ന് ഞങ്ങൾക്ക് കളറുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര സ്ഥലം? എന്നിട്ടേ എന്നോട് പറഞ്ഞു ഇതുപോലെ വെട്ടിയിടുന്ന സമയം കേട്ടോ, തേനുള്ള ഭാഗമൊക്കെ എടുത്തിട്ട് അടിച്ചു ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ, കിട്ടിയ ഭാഗം ഞാൻ മൊത്തത്തിൽ അടിച്ചു. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ എങ്ങനെ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയത്തില്ല എങ്ങനെ. വെള്ളം അടയ്ക്കണോ, അത് കഴിഞ്ഞിട്ട് എടുക്കാവൂ. അതാണ് പാകമായിട്ടുള്ളത്. പരുവ ജലാംശം കുറവായിരിക്കും. ഒരു സൈഡ് അടയ്ക്കും. ഇത് തന്നെ ഇത് പാകമായ ഇതൊക്കെ നല്ലോണം വീർപ്പിച്ചു. ആ സമയത്ത് സൂപ്പറും മറ്റേ വെച്ച് കെട്ടാനില്ലാത്തത് കൊണ്ട് അവർ അതിൻ്റെ അകത്തോട്ട് തന്നെയും പിന്നെയും ഉള്ളെന്ന് വെച്ചതാണ്. ഇത് ഇച്ചിരി കറുപ്പായി തുടങ്ങിയുണ്ടോ, അതുകൊണ്ടാണ്. ഇങ്ങനെ അങ്ങ് കണ്ടുപഠിക്കോ. ഇത് ക്ലാസ്സിന് വന്നില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ വന്നോളൂ. അതിന്റെ പ്രാരാബ്ദം. ഇങ്ങനെ എത്തും ചുമ്മായിട്ട്. പകുതി ക്ലാസ്സും കട്ട് ചെയ്ത് അതിന്റെ അടയത്തേക്കൊന്ന് സെൻറ്റർ ഇട്ട് കൊടുക്കണം, അന്നേരം രണ്ട് സൈഡിലോട്ട്. ഇതിപ്പം ചെത്താച്ച് ബുദ്ധിമുട്ട് വരും. മറ്റേതെല്ലാം വഴുതായി ഇരിക്കില്ലേ. മറ്റേതെല്ലാം തിരിച്ചു പോരെ. അല്ല, അത് ഇപ്പുറത്ത്. എന്നിട്ട് മറ്റേത് തന്നെ തിരിച്ചു തിരിച്ചിങ്ങോട്ട് മാറ്റണ്ട. സ്ഥലം കൊണ്ട് തിരിച്ചു. അല്ല കൂടുതൽ സ്പീഡിൽ കറക്കണ്ട കേട്ടോ. ഇപ്പം കറക്കിയ മാതിരി വല്ലാതെ ഇങ്ങനെ വീർത്ത വേണ്ടി ചിലപ്പോഴേ ഉടയാനും സാധ്യതയുണ്ട്. മതി. വീട്ടുണ്ട് ഇത്രയും കനമുണ്ട്. ഞാൻ അതിനകത്ത് അത്രയും വെക്കണമെങ്കിൽ എന്താ കിണറ്റിലെ ഇച്ചിരി ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി അത് ഒട്ടിയിരിക്കുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന അകത്തേക്ക് ഈ സൈഡ് മേഡം പുറത്തോട്ട് പറയും. വേറെ പണിയൊന്നുമില്ല. ഇനി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി അവർ അതിനകത്തോട്ട് പെട്ടെന്ന് തേൻ വെക്കും. ഇത് ആദ്യം ഇത് പണിതിട്ടാണ് തേൻ വെക്കുന്നത്.
അന്നേരം താമസം വരും. അന്നേരം താമസം വരും. ഇത് പണിയാനുള്ള താമസം വരും. അവരിത്രയും പണിയാന്ന് പറയുന്നതേ ഇത്ര കാര്യമല്ല. എത്തിച്ചത് Thank you.